മൻ വഅല അഖാഹു, ഇമാം ഷാഫി തങ്ങൾ പറയുന്നുണ്ട്, മൻ വഅല അഖാഹു സിറൻ ഫഖദ് നസഹഹു. നമ്മുടെ ഒരു സഹോദരനെ നമ്മൾ അവനിൽ നിന്ന് വരെ തെറ്റുകൾ സംഭവിച്ച് അവനെ ഉപദേശിച്ച് രഹസ്യമായിട്ട്, എന്നാൽ ഇത് ഗുണകാംക്ഷയാണ്. നാട്ടിലെ ചെറുപ്പക്കാർ, എൻ്റെ വീട്ടിലെ കുടുംബത്തിലെ വേണ്ടപ്പെട്ട ആൾക്കാർ തെറ്റ് ചെയ്തു, അതീവ രഹസ്യമായി അവരെ വിളിച്ച് അവരെ നമ്മൾ ഉപദേശിച്ചത് ഗുണകാംക്ഷയാണ്. വമൻ വഅലഹു അലാനിയ, ജനങ്ങൾക്കിടയിലിട്ടിട്ട് അവനെ ഉപദേശിച്ചാൽ അത് ഗുണകാംക്ഷക്കെതിരാണ്. ഫഖദ് ഫളഹഹു, അത് അവനെ തീർച്ചയായിട്ടും പരിഹസിക്കലാണ്, നാണം കെടുത്തലാണ്. വശാലഹു, അവൻ അവഹേളിക്കലാണ്. അപ്പോൾ ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ അഭിമാനം സംരക്ഷിച്ച് ആ വ്യക്തിയെ മോശമാക്കാതെ ആ വ്യക്തിയുടെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ രഹസ്യമായി അയാളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇപ്പോൾ ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ നന്മകൾ കൽപ്പിക്കുക എന്നുള്ളതല്ല, അതിന് അതിൻ്റെതായ മെത്തേഡ്സുകളുണ്ട്. മൻ വഅല അഖാഹു സിറൻ, രഹസ്യമായിട്ട് ഉപദേശിക്കുക. കണ്ട് കഞ്ചാവ് തുടങ്ങിയ തെറ്റുകളിലൊക്കെ പെട്ടുപോയ ആളുകളെ കുടുംബത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് കാരണന്മാരെ മുമ്പിലിട്ട് അവഹേളിച്ച് ചീത്ത പറഞ്ഞാൽ മാനസികമായി അങ്ങനെ ഗുണം കാക്ഷിയല്ല, ഇത് ഗുണം കാക്ഷിക്കലല്ല, അത് അവഹേളിക്കലാണ്, പരിഹസിക്കലാണ്, നിന്ദിക്കലാണ്. അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും തെറ്റ് ചെയ്ത ആൾ, ഇനി പെൺകുട്ടികളാവട്ടെ, കാലഘട്ടത്തിൽ പല സൗകര്യങ്ങളും അവർക്ക് കിട്ടുമ്പോൾ പല തെറ്റുകളും അവരിൽ നിന്ന് വരും. അത് ജനങ്ങൾക്കിടയിൽ വെച്ചിട്ട്, കുടുംബാംഗങ്ങൾക്കിടയിൽ വെച്ചാണെങ്കിൽ പോലും അളാപ്പ മൂത്താപ്പാർ അമ്മമാർ എല്ലാവരും ഇടയിലിട്ടിട്ട് അവരിങ്ങോട്ട് വഷളാക്കലായി മാറും. എന്ത്? ജനങ്ങൾക്കിടയിലിട്ട് ഉപദേശിച്ചാൽ. നേരെ മറിച്ച് ആദ്യം രഹസ്യമായി ഉപദേശിച്ചതൊന്നും ഫലം ചെയ്തില്ലെങ്കിൽ ചില വഴികളൊക്കെ സ്വീകരിക്കേണ്ടി വന്നേക്കാം എന്നല്ലാതെ പരസ്യമാക്കി വമൻ വഅലഹു അലാനിയതൻ ഫഖദ് ഫളഹു വശാനഹു, ഏത് വ്യക്തിയെയും നമ്മൾ നല്ല ഭാവത്തോടെ കാണൽ, അതാണ് ഗുണം കാക്ഷിക്കുക. ഖുർആൻ പറയുന്നുണ്ട്, എന്ത്? നിങ്ങൾ ഒരിക്കലും മറ്റുള്ള ആളുകളെ കുറിച്ച് ഓരോന്ന് ഭാവിച്ചെടുക്കരുത്. ഇന്ന ബഅദ ഇസ്മ, തീർച്ചയായിട്ടും ചില ധാരണകൾ വലിയ തെറ്റായി വരും. അതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇന്നക ഇദാ ബലഗക അൻ അഖീക ശൈഉൻ ഫൽതമിസ് ലഹു ഉദ്റ, ഒരു മുസ്ലിമായ മനുഷ്യനെ തൊട്ട് ബാഡ് ന്യൂസ് നമ്മൾ കേട്ടു, എന്നാൽ എങ്ങനെയെങ്കിലും അവൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ പറ്റിയ കാരണങ്ങൾ അവനക്ക് വേണ്ടി അനുകൂലമായി നമ്മൾ പറയാം. നമ്മൾ കേട്ടു ഇന്നാരുടെ വ്യക്തി ഓനെന്നല്ല അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങനെ കണ്ടു, അപ്പോൾ ഓൻ അതിൻ്റെ ആളാണ്. അപ്പോൾ നമ്മൾ പറയാം അതല്ല, വേറെന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അയാളെ ന്യായീകരിക്കാൻ എന്തെങ്കിലും ഒരു വകുപ്പുണ്ടോ നോക്കുക. ഫൽതമിസ് ലഹു ഉദ്റ, എന്തെങ്കിലും ഒരു വകുപ്പ് അവനെ ന്യായീകരിക്കാൻ അനുകൂലമാക്കാനുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഫഇല്ലം തജിദ് ലഹു ഉദ്റൻ, ഒരു നിലക്കും ന്യായീകരിച്ചിട്ട് ശരിയാണില്ല എന്നുണ്ടെങ്കിൽ ഫഖുൽ ലഅല്ല ലഹു ഉദ്റൻ, അപ്പോൾ നമ്മൾ പറയാം ഓനക്ക് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, അത് കാരണം ഇക്കാരണം ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പോൾ അവൻ്റെ അങ്ങനെ വരില്ല, അങ്ങനെ വരാൻ സാധ്യതയല്ല എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ അഭിമാനം സംരക്ഷിക്കുന്ന രീതിയിൽ നമ്മൾ ന്യായീകരണങ്ങൾ കണ്ടെത്തണം. വാനല ആയാലും എനിക്കറിയില്ല, ഓനക്ക് മൂപ്പരടുത്തങ്ങനെ ഉണ്ടായി എന്ന് കേട്ടു, അള്ളാഹു എന്താണ്ടായത് നമുക്കറിയില്ല, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി നോക്കുക. ഇതാണ് ഗുണം കാക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. ഇതാണ് ഗുണം കാക്ഷിക്കുക. ഇന്നാളിങ്ങനെ പറഞ്ഞു, മറ്റാളിങ്ങനെ, അങ്ങനെ പറയാൻ സാധ്യതയല്ലല്ലോ, അത് ചിലപ്പോൾ സാഹചര്യത്തിൽ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയതായിരിക്കും എന്ന് പറഞ്ഞ വ്യക്തിയെ മോശമാക്കി കാണാതെ എന്തെങ്കിലുമൊക്കെ ന്യായീകരണങ്ങൾ കണ്ടെത്തുക. അത് ഈമാൻ്റെ ഭാഗമാണ് എന്നർത്ഥം. ഈമാൻ്റെ ഭാഗമാണ്. ആ മനുഷ്യൻ അങ്ങനത്തെ ദോഷിയാണ്, പാപിയാണ്, കേടിയാണ് എന്ന് വരുത്താത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ന്യായീകരണങ്ങൾ കണ്ടെത്തി ഉദ്ർ കണ്ടെത്തുക എന്ന് പറയും. അതിനാണ് ഗുണം കാക്ഷിക്കുക എന്ന് പറയുന്നത്. സ്വർഗത്തിൽ കിടക്കുന്ന നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്ന ഒരു വലിയ പുണ്യപ്രവർത്തനം നബി തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു. സ്വഹാബത്ത് ചോദിച്ചു എന്താണ്? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സഭയിൽ വെച്ചിട്ട്, ഒരു സദസ്സിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരാളുടെ അഭിമാനം പിച്ചി ചീന്തിന് കണ്ടാൽ ഓൻക്ക് അനുകൂലമായി സംസാരിക്കുക. ആർക്ക് അനുകൂലമായിട്ട്? ആ സദസ്സിൽ ആരെയാണോ തിന്നുന്നത്, ആരുടെ അഭിമാനമാണോ കീറുന്നത്, ആരെക്കുറിച്ചാണോ മോശമായി സംസാരിക്കുന്നത്, ആ വ്യക്തിക്ക് അനുകൂലമായിട്ട് അയാൾ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നരകത്തിൽ നിന്ന് അവനക്ക് രക്ഷ ഉറപ്പായി ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അതാണ് ഗുണം കാക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. തർക്കങ്ങൾ അതൊക്കെ ഗുണകാംക്ഷയാവണം. ഇന്ന് അതല്ലല്ലോ നടക്കുന്നത്.
തർക്കിക്കുക, എന്നിട്ട് മറ്റുള്ള ആളുകളെ പരാജയപ്പെടുക. ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയാൽ ഒരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ സുഹൃത്തുമ്പാടെ ചായ അടിച്ചാൻ വേണ്ടി ഹോട്ടലിലേക്ക് കയറി. അപ്പം ഞാൻ പറഞ്ഞു 2 ചായ. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട ഉസ്താദ്, എനിക്ക് ചായ വേണ്ട, എനിക്ക് കോഫി മതി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ എനിക്കും എൻ്റെ മാതിരി തന്നെ ചായനെ കുടിച്ചാൽ ചായക്ക് എന്താ കുഴപ്പം? അപ്പം പറഞ്ഞു ഉസ്താദ് എന്താ എൻ്റെ മാതിരി കോഫിനെ കുടിച്ചാൽ നിങ്ങൾക്ക് എന്താ ചായനെ കുടിച്ചണം? അവിടെ തർക്കങ്ങളില്ലല്ലോ. അപ്പം ഞാൻ എന്ത് പറയും, വേഗം ഹോട്ടലിൽ അയാളോട് പറയും സോറി, ഒരു കോഫി ഒരു ചായ എന്നറിയും. എന്താ കാരണം? അവൻ്റെ കാഴ്ചപ്പാട്, അവനക്കിഷ്ടം, അവനക്ക് താല്പര്യം കോഫിയാണ്, എനിക്ക് ചായയാണ്. ഉദാഹരണം പറയാട്ടോ. അപ്പം അവിടെയൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും വകവെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നേരെ ആശയത്തേക്ക് നോക്കിയാണ് അവിടെ നമ്മൾ ഭയങ്കര ശത്രുക്കളായി മാറുകയാണ്, ഭയങ്കര എതിരാളികളായി മാറുകയാണ്. അവനക്ക് ഇഷ്ടപ്പെട്ട നേതാവ് അതാണ്, ആയിക്കോട്ടെ, അത് സെലക്ട് ചെയ്തോട്ടെ. എനിക്കിഷ്ടപ്പെട്ട നേതാവ് ഇന്ന ആളാണ്, ഞാനത് സെലക്ട് ചെയ്തു. അത്ര ഇതിലൊക്കെ ഉള്ളൂ. ഓനക്കിഷ്ടം കോഫിയാണ്, നജു കോഫി അടിച്ചോ. എനിക്കിഷ്ടം ചായയാണ്, ഞാൻ ചായ ഓർഡർ ചെയ്തു. 2 ആൾ ഒരുമിച്ചിരുന്ന് കുടിച്ചു. ഓൻ്റെ കോഫി, എൻ്റെ ചായ, ഒരുമിച്ച് സ്നേഹത്തോടെ സൗഹൃദത്തോടെ നീച്ചു വന്നു. ഇത്ര തന്നെ ആശയത്തിനും കണ്ടാൽ മതി. പക്ഷെ അവിടെ എത്തുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും. എൻ്റെ ആ പാർട്ടി ശരിയല്ല, ആ സംഘടന ശരിയല്ല, എൻ്റെ ആ ഗ്രൂപ്പ് ശരിയല്ല, എൻ്റെ നേതാവ് ശരിയല്ല, അയാൾ ഇങ്ങനെയാണ്. അത് ഓനെ കണ്ടെത്തിയ കാഴ്ചപ്പാട് അങ്ങനെ എന്ന് കരുതിയിട്ട് ആ വീക്ഷണങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണം. ഖുർആൻ പറയുന്നുണ്ട് വമാ അലു മുഖ്തലിഫീൻ, ഖിയാമത്ത് നാൾ വരെ മനുഷ്യന്മാരെ വ്യത്യസ്ത അഭിപ്രായക്കാരായിരിക്കും. വ്യത്യസ്ത അഭിപ്രായക്കാരെ അങ്ങനെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഒന്നാക്കാൻ നടന്നാൽ പിന്നെ അവിടെ വേറെ നന്നാക്കാൻ നടന്ന 3 പാർട്ടി ഉണ്ടാവും. അപ്പം അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഗുണം കാക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. ഒരാൾക്ക് പച്ചയോട് ഇഷ്ടമായിരിക്കും, ഒരാൾക്ക് ചുവപ്പിനോടായിരിക്കും, ഒരാൾക്ക് വെള്ളയോടായിരിക്കും, ഒരാൾക്ക് കറുപ്പിനോടായിരിക്കും. 10-50 ലക്ഷം റുപ്യേൻ്റെ കാറ് മോടത്ത് കറുപ്പാണ്, ബാപ്പ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വെള്ളയാണ്. അതിന് ഒരു അടിമണി കച്ചറൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ഇത് തന്നെയാണ് ആശയപരമായി, സംഘടനാപരമായി, രാഷ്ട്രീയപരമായിട്ടൊക്കെ മനുഷ്യൻ ചെയ്യണത്. അപ്പോൾ ഓൻ്റെ താല്പര്യം, ഓൻ്റെ ഇഷ്ടം നമുക്കിത് പറഞ്ഞു നോക്കാം. ആടാ ചായ അല്ല നല്ലത്, കോഫി അല്ല നല്ലത്, ചായ ഇങ്ങനെയൊക്കെ ഉണ്ട് പറഞ്ഞു നോക്കാം. അവൻ തർക്കങ്ങളായിരിക്കൂല. അപ്പോൾ മറ്റൊരു മനുഷ്യൻ നീ തെറ്റിലാണ്, നീ ആകെ പഴച്ചു എന്ന് പറയാതെ എൻ്റെ സത്യാവസ്ഥ, എൻ്റെ സത്യം അയാളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഒരു പഴച്ച ഒരു വിശ്വാസ ഒരു സംഘടനക്കാരനെ കിട്ടിയാൽ നീ ആകെ പഴച്ചിരിക്കുകയാണ് എന്ന് പറയാതെ എൻ്റെ ആശയത്തിനാണ് സത്യസന്ധതയുള്ളത് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ നീ പഴച്ചു എന്ന് പറയാതെ പറയലാവും. അതിനൊക്കെയാണ് ഗുണം കാക്ഷിക്കുക എന്ന് പറയുന്നത്. പഠിച്ചുണ്ടാക്കണം. അദ്ദീനു അന്നസിഹ, അതാണ് ഖുർആൻ പറഞ്ഞത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അപ്പോൾ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അദ്ദീനു, ദീന് എന്നുള്ളത് അന്നസിഹ, ഗുണം കാക്ഷിക്കലാണ്. എല്ലാ മനുഷ്യന്മാരോടുള്ള ഗുണകാംക്ഷയാണ് ഈ പറഞ്ഞത്. എല്ലാവർക്കും ഗുണം കാക്ഷിക്കുക. ഇതൊക്കെ നമ്മളിങ്ങനെ കേട്ടാൻ പോരാ. ഏത് സമയത്തും ഇതൊക്കെ പ്രാക്ടിക്കലായി നമ്മൾ പ്രാക്ടിക്കലായി ശീലിക്കണം. കാരണം അങ്ങനെ നമ്മുടെ സ്വഭാവത്തിന് ചേഞ്ച് വരണം, മാറ്റങ്ങൾ വരണം. മാറ്റം വരും. നമ്മൾ വെറുതെ പറയാം മാറൂലൊക്കെ, മാറ്റം വരുത്തണം നമുക്ക്. ഏത് സമയത്തും ഇന്ന് മഗ്‌രിബ് വരെ ഉണ്ടാവുമെന്ന് ഉറപ്പ് വരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയ്യും തിക്കിന്ന് പറഞ്ഞാൽ ആരും പൊന്തിക്കൂല. വെള്ളിയാഴ്ച രാവിലെയാണ്, ഇന്ന് മഗ്‌രിബ് വരെ ഞാൻ ഉണ്ടാവും, ഇന്ന് രാത്രിയും ഞാൻ ഹയാത്തോടെ ഉണ്ടാവും എന്ന് ഉറപ്പില്ല ആൾക്കാർ ആരാ ഈ കൂട്ടത്തിൽ ചോദിക്കുകയാണെങ്കിൽ? ആർക്കും ഉണ്ടാവില്ല. ആ സിനിമ നടൻ നവാസ് പറഞ്ഞിട്ടില്ല, അതിനെങ്കിലും പഠിച്ചുകൂടെ നമുക്ക്? ഖുർആൻ ഹദീസ് നോക്കണമെങ്കിൽ സിനിമയിലെങ്കിലും ഞാൻ ഒന്നുണ്ടാവുമെന്ന് അറിയില്ല, ഞാൻ ഇവിടുന്ന് പെരേക്കെത്തും അറിയില്ല. മനുഷ്യൻ്റെ അവസ്ഥ അത്രയേ ഉള്ളൂ. അങ്ങനെ തന്നെ മരണപ്പെടും ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പിന്തിക്കരുത്. നമ്മളെ ഈ ഹദീസുകളൊക്കെ കേട്ടിട്ട് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ അദ്ദീനു നസീഹ, ദീന് നസീഹത്താണ്, ഗുണം കാക്ഷിക്കലാണ്. ഏതൊരു മനുഷ്യനെ പറ്റി മോശപ്പെട്ടത് കേട്ടാൽ ആ മനുഷ്യനക്ക് എങ്ങനെയെങ്കിലും ഓൻ മോശപ്പെട്ടത് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ന്യായീകരിച്ച് സംസാരിക്കാൻ നോക്കുക. അപ്പോൾ ആൾക്കാർ വിജയന്ദ്രാണ് ന്യായീകരിക്കണമായിരിക്കും, ചോദിച്ചോട്ടെ. കാരണം എന്താ, എങ്ങനെയെങ്കിലും ഒരാൾ അഭിമാനം സംരക്ഷിക്കാൻ നമ്മൾ ശ്രമിച്ചു വയ്ക്കാൻ അത് നരകമോചനത്തിൻ്റെ കാരണമാണ്. ചില ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ടാവും, ഓന് മഹാ തമ്മാടിയാണെന്ന് വരുത്തി തീർക്കുക തന്നെ വേണം, അപ്പോഴേ സമാധാനം കിട്ടുള്ളൂ. ആ തങ്ങൾ, ആ മൂര്യർ, ആ ആചാര്, മറ്റേ കാക്ക, അയാൾ മഹാ തമ്മാടിയാണെന്ന് സ്ഥാപിക്കണം. അപ്പോൾ നമ്മളെന്തിട്ട് അങ്ങനൊന്നും പറയണ്ടടാ, അത് നല്ല മനുഷ്യനല്ലേ, തെറ്റില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, മനുഷ്യനല്ലേ എന്ന് പറയുമ്പോഴേക്കും മറ്റുള്ള ആൾക്കാരൊക്കെ പാടെ കൂട്ടി പറയും ഇതിനെ ന്യായീകരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ട് വെച്ചു. പക്ഷെ അതാണ് ഗുണകാംക്ഷ. ഒരാളെക്കുറിച്ചും മോശത്തരങ്ങൾ പറയാതെ
ഉദുറ് കണ്ടെത്തണം. ഫൽതമിസ് ലഹു ഉദുറ. ഇതിനൊക്കെയാണ് ഗുണം കാംക്ഷ. അദ്ദീനു അന്നസിഹാന. ദീൻ എന്നാൽ ഗുണം കാംക്ഷയാണ്, ഗുണകാംക്ഷയാണ്. എല്ലാവർക്കും ഗുണം കാംക്ഷിക്കാനും ഈമാനോടെ ജീവിച്ച് ഈമാനോടെ തഖ്വയോടെ മരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.